നമ്മുടെയൊക്കെ വീട്ടിലെ ചുമരിൽ ഒരു കലണ്ടർ ഉണ്ടാകും. പക്ഷേ ഈ കലണ്ടർ ഈ കാണുന്ന രൂപത്തിലാകാൻ ആയിരക്കണക്കിന് വർഷമെടുത്തുവെന്ന് നിങ്ങൾക്കറിയാമോ? പുരാതന കാലത്ത് മനുഷ്യൻ എങ്ങനെയാണ് തീയതികൾ കണക്കാക്കിയിരുന്നത്? കലണ്ടറുകളുടെ വിസ്മയിപ്പിക്കുന്ന ചരിത്രം ഷോർട്ട് ആൻഡ് ഷാർപ്പിലൂടെ ഇന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യകാലത്ത് ചന്ദ്രന്റെ ഉദയവും അസ്തമയവും നോക്കിയാണ് മനുഷ്യൻ കാലം കണക്കാക്കിയിരുന്നത്. അതാണ് ലൂണാർ കലണ്ടർ. ഈജിപ്തുകാരാണ് ആദ്യമായി സൂര്യനെ അടിസ്ഥാനമാക്കി 365 ദിവസങ്ങളുള്ള കലണ്ടർ നിർമ്മിച്ചത്. ഇതാണ് സോളാർ കലണ്ടർ. പഴയ റോമൻ കലണ്ടറിൽ വെറും 10 മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാർച്ച് മാസത്തിലായിരുന്നു വർഷം തുടങ്ങിയിരുന്നത്. ജനുവരിയും ഫെബ്രുവരിയും പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. ജൂലിയസ് സീസർ ഈ കലണ്ടറിൽ മാറ്റങ്ങൾ വരുത്തി 12 മാസങ്ങളാക്കി. അതാണ് ജൂലിയൻ കലണ്ടർ. എന്നാൽ ഇന്ന് നമ്മൾ ലോകമെമ്പാടും ഉപയോഗിക്കുന്നത് 1582-ൽ പോപ്പ് ഗ്രിഗറി 13 പരിഷ്കരിച്ച ഗ്രിഗോറിയൻ കലണ്ടറാണ്. ലീപ്പ് ഇയർ കൃത്യമായി കണക്കാക്കാൻ തുടങ്ങിയത് ഇതിലൂടെയാണ്. ലീപ്പ് ഇയർ വന്ന വഴി നോക്കാം. ഭൂമി സൂര്യനെ വലം വയ്ക്കാൻ കൃത്യം 365 ദിവസമല്ല എടുക്കുന്നത്. പകരം 365 ദിവസവും 5 മണിക്കൂർ 48 മിനിറ്റ് 46 സെക്കൻഡും എടുക്കുന്നു. ഓരോ വർഷവും ബാക്കി വരുന്ന ഈ ഏകദേശം 6 മണിക്കൂറുകൾ ചേർത്ത് വെച്ചാണ് 4 വർഷത്തിലൊരിക്കൽ ഒരധിക ദിവസമായ ഫെബ്രുവരി 29 ഉണ്ടാക്കിയത്. ഇതാണ് ലീപ്പ് ഇയർ. ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ 100 കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഋതുക്കൾ മാറിപ്പോകുമായിരുന്നു. കലണ്ടറിലെ ഈ മാറ്റങ്ങൾ കാരണം ചരിത്രത്തിൽ 10 ദിവസങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. 1582 ഒക്ടോബർ 4 കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒക്ടോബർ 15 ആയിരുന്നു. കലണ്ടർ പരിഷ്കരിച്ചപ്പോൾ വന്ന വ്യത്യാസം പരിഹരിക്കാനായിരുന്നു ഇത്. മാസങ്ങളുടെ ഈ പേരുകൾക്ക് പിന്നിൽ പുരാതന റോമൻ വിശ്വാസങ്ങളും ഗ്രീക്ക് പുരാണങ്ങളും സംഖ്യകളും കലർന്ന് രസകരമായൊരു ചരിത്രമുണ്ട്. 1 ജാനുവരി. റോമൻ ദേവനായ ജാനസ് എന്ന പേരിൽ നിന്നാണ് ഇത് വന്നത്. ജാനസിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന് മുന്നിലേക്ക് ഭാവിയും ഒന്ന് പിന്നിലേക്ക് ഭൂതവും നോക്കുന്നതാണ്. ഒരു വർഷം അവസാനിക്കുകയും മറ്റൊന്ന് തുടങ്ങുകയും ചെയ്യുന്ന മാസത്തിന് ഈ പേര് അനുയോജ്യമാണ്. 2 ഫെബ്രുവരി. ലത്തീൻ വാക്കായ ഫെബ്രുവാരിയം എന്നതിൽ നിന്നാണ് ഇതുണ്ടായത്. ഇതിന്റെ അർത്ഥം ശുദ്ധീകരണം എന്നാണ്. റോമുകാർ അവരുടെ പാപങ്ങൾ കഴുകിക്കളയാനും ശുദ്ധീകരിക്കാനുമായി നടത്തിയിരുന്ന ഒരു ചടങ്ങായിരുന്നു ഫെബ്രുവ. 3 മാർച്ച്. റോമൻ യുദ്ധദേവനായ മാർസ് എന്ന പേരിൽ നിന്നാണ് മാർച്ച് ഉണ്ടായത്. പഴയ റോമൻ കാലണ്ടറിലെ ആദ്യ മാസമായിരുന്നു ഇത്. തണുപ്പുകാലം കഴിഞ്ഞ് യുദ്ധങ്ങൾക്കും കൃഷിക്കും തയ്യാറെടുക്കുന്ന മാസമാണിത്. 4 ഏപ്രിൽ. ലത്തീൻ പദമായ അപ്പിരീരെ എന്നതിൽ നിന്നാണ് ഏപ്രിൽ എന്ന പേരുണ്ടായത്. ഇതിന്റെ അർത്ഥം തുറക്കുക എന്നാണ്. വസന്തകാലത്ത് പൂമൊട്ടുകൾ വിടരുന്ന മാസമായതിനാലാണ് ഈ പേര് വന്നത്. 5 മെയ്. ഗ്രീക്ക് ദേവതയായ മായ എന്ന പേരിൽ നിന്നാണ് മെയ് മാസം ഉണ്ടായത്. ഭൂമിയുടെ വളർച്ചയുടെയും ഫലഭൂയിഷ്ഠതയുടെയും ദേവതയായിട്ടാണ് മായയെ കണക്കാക്കുന്നത്. 6 ജൂൺ. ദേവന്മാരുടെ രാജ്ഞിയായ ജൂനോ എന്ന ദേവതയുടെ പേരിൽ നിന്നാണ് ജൂൺ വന്നത്. വിവാഹത്തിന്റെയും കുടുംബത്തിന്റെയും ദേവതയായാണ് ഇവരെ റോമുകാർ ആരാധിച്ചിരുന്നത്. അടുത്ത 4 മാസങ്ങൾ റോമൻ സംഖ്യകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സെപ്റ്റംബർ എന്നാൽ ലത്തീൻ ഭാഷയിൽ 7 എന്നാണ് അർത്ഥം. പഴയ കലണ്ടറിലെ 7ാം മാസമായിരുന്നു ഇത്. ഒക്ടോബർ 8 എന്നർത്ഥം. നവംബർ 9 എന്നർത്ഥം. ഡിസംബർ 10 എന്നർത്ഥം. പേരുമാറ്റപ്പെട്ട മാസങ്ങൾ. ജൂലൈയും ഓഗസ്റ്റും പണ്ട് സംഖ്യകളിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്നാൽ റോമൻ ഭരണാധികാരികളുടെ ബഹുമാനാർത്ഥം അവ മാറ്റപ്പെട്ടു. ജൂലൈ. പഴയ പേര് ക്വിന്റിലിസ് എന്നായിരുന്നു. 5ാം മാസം എന്നർത്ഥം. പിന്നീട് ജൂലിയസ് സീസറുടെ ബഹുമാനാർത്ഥം ജൂലൈ എന്നു മാറ്റി. ഓഗസ്റ്റ്. പഴയ പേര് സെക്സ്റ്റിലസ് എന്നായിരുന്നു. 6ാം മാസം എന്നർത്ഥം. പിന്നീട് റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസ് സീസറിന്റെ ഓർമ്മയ്ക്കായി ഇത് ഓഗസ്റ്റ് എന്ന് മാറ്റി. ഈ ചരിത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സെപ്റ്റംബർ 7, ഒക്ടോബർ 8 തുടങ്ങിയ മാസങ്ങൾ ഇപ്പോൾ യഥാക്രമം 9നും 10നും സ്ഥാനത്താണ്. കലണ്ടറിന്റെ തുടക്കത്തിൽ ജനുവരിയും ഫെബ്രുവരിയും ചേർത്തതാണ് ഈ സ്ഥാനമാറ്റത്തിന് കാരണം. എന്തുകൊണ്ട് ഫെബ്രുവരിക്ക് മാത്രം ദിവസങ്ങൾ കുറവെന്നറിയാമോ?
പുരാതന റോമൻ വിശ്വാസമനുസരിച്ച് ഇരട്ട സംഖ്യകൾ നിർഭാഗ്യകരമാണ്. അതിനാൽ മാസങ്ങൾക്ക് 29 അല്ലെങ്കിൽ 31 ദിവസങ്ങൾ നൽകാൻ അവർ ശ്രമിച്ചു. പക്ഷേ വർഷത്തിലെ ആകെ ദിവസങ്ങൾ ഒപ്പിക്കാൻ വേണ്ടി അവസാന മാസമായ ഫെബ്രുവരിക്ക് മാത്രം 28 ദിവസങ്ങൾ നൽകി. അന്ന് ഫെബ്രുവരി ആയിരുന്നു വർഷത്തിലെ അവസാന മാസം. ഇനി നമുക്ക് പരിചിതമായ ചില കലണ്ടറുകൾ നോക്കാം. നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടർ അല്ല, മറിച്ച് ശകവർഷമാണെന്ന് എത്ര പേർക്കറിയാം? കനിഷ്ക രാജാവ് തുടങ്ങിവെച്ച ഈ കലണ്ടറാണ് ഇന്ത്യ ഇന്നും ഔദ്യോഗികമായി പിന്തുടരുന്നത്. ശകവർഷം ആരംഭിച്ചത് AD 78-ലാണ്. കുഷാണ വംശത്തിലെ പ്രശസ്തനായ രാജാവ് കനിഷ്കൻ തന്റെ ഭരണാരോഹണത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ഈ കലണ്ടർ തുടങ്ങിയതെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് കലണ്ടറാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്ക് സ്വന്തമായൊരു കലണ്ടർ വേണമെന്ന് സർക്കാർ തീരുമാനിച്ചു. ഇതിനായി 1952-ൽ പ്രശസ്ത ശാസ്ത്രജ്ഞൻ മേഘ്നരത് സാഹയുടെ നേതൃത്വത്തിൽ ഒരു കലണ്ടർ പരിഷ്കരണ കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 1957 മാർച്ച് 22-ന് ശകവർഷം 1879 ചൈത്രം 1 ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി അംഗീകരിച്ചു. ഇംഗ്ലീഷ് കലണ്ടറിലെ പോലെ ഇതിലും 12 മാസങ്ങളാണുള്ളത്. പുതുവർഷം തുടങ്ങുന്നത് ചൈത്രം മാസത്തിലാണ്. ചൈത്രം മാർച്ച് 21 അല്ലെങ്കിൽ 22-നാണ് തുടങ്ങുന്നത്. വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭാദ്രം, ആശ്വിനം, കാർത്തികം, മാർഗശീർഷം, പൗഷം, മാഘം, ഫാൽഗുനം എന്നിവയാണ് ശകവർഷത്തിലെ 12 മാസങ്ങൾ. ഗ്രിഗോറിയൻ കലണ്ടറിനോട് കൃത്യമായി പൊരുത്തപ്പെടുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. സാധാരണ വർഷങ്ങളിൽ പുതുവർഷം മാർച്ച് 22-നും ലീപ്പ് ഇയറിൽ മാർച്ച് 21-നുമായിരിക്കും തുടങ്ങുന്നത്. ഇന്ത്യൻ ഗസറ്റുകൾ, ആകാശവാണി, സർക്കാർ അറിയിപ്പുകൾ എന്നിവയിൽ ഇപ്പോഴും ഇംഗ്ലീഷ് തീയതിക്കൊപ്പം ശകവർഷ തീയതിയും നൽകാറുണ്ട്. ഇനി മലയാളികളുടെ സ്വന്തം കൊല്ലവർഷത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നോക്കാം. കൊല്ലവർഷം ആരംഭിച്ചത് AD 825-ലാണ്. ഈ കലണ്ടർ അനുസരിച്ച് ഇപ്പോൾ നടക്കുന്നത് 1201-ാം ആണ്ടാണ്. പണ്ട് ചേര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന കൊല്ലം നഗരത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് വന്നതെന്ന് ഒരു പ്രബലമായ ചരിത്രമുണ്ട്. അക്കാലത്തെ ചേര രാജാവായിരുന്ന രാജശേഖരവർമ്മയാണ് ഇത് തുടങ്ങിയതെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു. കേരളത്തിലെ ആചാരങ്ങളും നിയമങ്ങളും പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി ആദിശങ്കരാചാര്യർ തുടങ്ങിയതാണെന്നും ഒരൈതിഹ്യമുണ്ട്. ഭൂമിയുടെ സ്ഥാനവും നക്ഷത്രരാശികളും നോക്കിയാണ് ഇതിലെ മാസങ്ങൾക്ക് പേരു നൽകിയിരിക്കുന്നത്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കടകം. ചിങ്ങം 1 കൊല്ലവർഷത്തിലെ ആദ്യ മാസം. ഇതിനെയാണ് നമ്മൾ മലയാളികളുടെ പുതുവർഷമായി ആഘോഷിക്കുന്നത്. ലോകത്തിലെ മിക്ക കലണ്ടറുകളും മതപരമോ രാഷ്ട്രീയമോ ആയ കാരണങ്ങളാൽ തുടങ്ങിയതാണ്. എന്നാൽ കൊല്ലവർഷം എന്നത് ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളുമായും കൊല്ലം നഗരത്തിലെ തുറമുഖ കച്ചവടവുമായും ബന്ധപ്പെട്ടുണ്ടായതാണ് എന്നത് ഇതിന്റെ പ്രത്യേകതയാണ്. ഇസ്ലാമിക് കലണ്ടറായ ഹിജ്ര വർഷത്തിന്റെ ചരിത്രം നോക്കാം. ഹിജ്ര എന്ന അറബി വാക്കിന്റെ അർത്ഥം പലായനമെന്നാണ്. പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ചരിത്ര സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ കാലണ്ടർ ആരംഭിക്കുന്നത്. AD 622-ലാണ് ഹിജ്ര വർഷം ആരംഭിക്കുന്നത്. രണ്ടാം ഖലീഫയായ ഉമർ ബിൻ ഖത്താബിന്റെ കാലത്താണ് മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഒരു കാലണ്ടർ വേണമെന്ന തീരുമാനമുണ്ടായതും ഹിജ്രയെ ആധാരമാക്കി അത് തുടങ്ങിയതും. മറ്റു കാലണ്ടറുകൾ സൂര്യനെ അടിസ്ഥാനമാക്കുമ്പോൾ ഹിജ്ര കാലണ്ടർ പൂർണ്ണമായും ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ നോക്കിയാണ് മാസങ്ങൾ നിശ്ചയിക്കുന്നത്. അതിനാൽ ഒരു മാസം 29 അല്ലെങ്കിൽ 30 ദിവസങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ഒരു ഹിജ്ര വർഷത്തിൽ ആകെ 354 അല്ലെങ്കിൽ 355 ദിവസങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അതായത് ഗ്രിഗോറിയൻ കലണ്ടറിനേക്കാൾ 10-11 ദിവസങ്ങൾ കുറവ്. ദിവസങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ഇസ്ലാമിക് കലണ്ടറിലെ മാസങ്ങൾ എല്ലാ വർഷവും ഒരേ സീസണിൽ വരില്ല. ഉദാഹരണത്തിന് റമദാൻ വ്രതം ചില വർഷം വേനൽക്കാലത്താണെങ്കിൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ അത് തണുപ്പ് കാലത്തേക്ക് മാറും. ഏകദേശം 33 വർഷം കൂടുമ്പോൾ മാസങ്ങൾ ഒരു പൂർണ്ണ ചക്രം പൂർത്തിയാക്കുന്നു. ഹിജ്ര കലണ്ടറിലും 12 മാസങ്ങളാണുള്ളത്. അതിൽ ആദ്യ മാസം മുഹറമാണ്.
മുഹറം പുതുവർഷം തുടങ്ങുന്നു. സഫർ, റബിയുൽ അവ്വൽ, റബിയുൽ ആഖിർ, ജുമാദുൽ അവ്വൽ, ജുമാദുൽ ആഖിർ, രജബ്, ഷഅബാൻ, റമദാൻ വ്രതാനുഷ്ഠാന മാസം, ഷവ്വൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ ഹജ്ജ് കർമ്മം നടക്കുന്ന മാസം. ചന്ദ്രനെ നോക്കി മാസങ്ങൾ നിശ്ചയിക്കുന്നതുകൊണ്ടുതന്നെ ഹിജ്റ കാലണ്ടറിലെ ഒരു ദിവസം തുടങ്ങുന്നത് സൂര്യോദയത്തിലല്ല, മറിച്ച് സൂര്യാസ്തമയത്തിലാണ്. അതായത് വൈകുന്നേരം മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതോടെ അടുത്ത ദിവസം ആരംഭിക്കുന്നു. കാലത്തെ അളക്കാൻ മനുഷ്യൻ നടത്തിയ ഈ പോരാട്ടങ്ങൾ എത്ര അത്ഭുതകരമല്ലേ! ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കാലണ്ടർ പോലും പെർഫെക്റ്റ് അല്ല. ഏകദേശം 3000 വർഷം കൂടുമ്പോൾ അതിലും ഒരു ദിവസത്തിന്റെ വ്യത്യാസം വരാം. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോർട്ട് ആൻഡ് ഷാർപ്പ് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.